ശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 13-ാം തീയതി. ദൈവമാതാവ് മാതൃത്വം ശ്രേഷ്ഠമാണെങ്കിൽ ദൈവമാതൃത്വം അതിശ്രേഷ്ഠവും അത്യുന്നതവുമാണ്. തിരുസഭ കന്യാമറിയത്തെ വിവിധ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും ഉത്കൃഷ്ടവും മഹത്തരവുമായത് ദൈവമാതാവ് എന്നുള്ളതാണ്. പരിശുദ്ധ കന്യയുടെ മഹത്വത്തിന്റെ എല്ലാ നിദാനവും അവളുടെ ദൈവമാതൃത്വത്തിലാണല്ലോ. ദൈവമാതാവ് എന്നുള്ള നിലയിൽ മറിയത്തിന്റെ സ്ഥാനവും മഹിമയും വർണ്ണനാതീതവും നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് അതീതവും അത്രേ. വിശുദ്ധ ബെനബെന്തൂര പറയുന്നു, ദൈവത്തിന് കുറെ കൂടി പരിപൂർണമായ മാലാഖമാരെയോ മഹത്തരമായ പ്രപഞ്ചത്തെയോ കൂടുതൽ മനോഹരമായ സ്വർഗത്തെ തന്നെയുമോ സൃഷ്ടിക്കുവാൻ കഴിയും. എന്നാൽ ദൈവമാതാവിനേക്കാൾ പരിപൂർണയായ ഒരു അമ്മയെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. ദൈവം മനുഷ്യന് പ്രദാനം ചെയ്തിരിക്കുന്ന എല്ലാ വിശേഷ വരങ്ങളിലും വെച്ച് മഹോന്നതമായ ദൈവമാതൃത്വമാണ്. മറ്റെല്ലാ വരങ്ങളും മറിയത്തിന്റെ അമലോത്ഭവവും നിത്യകന്യത്വവും എല്ലാം ദൈവമാതൃത്വത്തെ പ്രതിയാണ് അവർക്ക് നൽകപ്പെട്ടത്. ദൈവമാതൃത്വം ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാന തത്വമാണ്. മറിയം ദൈവമാതാവല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം യുക്തിഹീനമത്രേ. മറിയത്തിന്റെ ദൈവമഹത്വം നിഷേധിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ മറ്റു പല സത്യങ്ങളെയും നിഷേധിക്കുന്നു. അതിനാൽ ദൈവമാതൃത്വം അംഗീകരിച്ചാൽ മറ്റു വിശ്വസത്യങ്ങളെയും അംഗീകരിക്കുവാൻ എളുപ്പമുണ്ട്. മാതാവും ശിശുവും തമ്മിലുള്ള യഥാർത്ഥമായ ഒരു ബന്ധം എല്ലാ മാതൃത്വത്തിലുമുണ്ട്. ഈ ബന്ധം ശാരീരികം, ധാർമ്മികം, സ്വഭാവാതീതം എന്നു 3 തരത്തിലാണ്. ശാരീരികമായ വിധം ഗർഭധാരണം, പ്രജാസംവാഹനം, പ്രസവം തുടങ്ങിയ മാതൃകർത്തവ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ധാർമ്മിക ഘടകം ശിശുവിനെ ജനിപ്പിക്കുന്നതിൽ മാതാവിനുള്ള സമ്മതമാണ്. സ്വഭാവാതീത ഘടകമാകട്ടെ പ്രസ്തുത സമ്മതം വരപ്രസാദ പ്രേരിതമാകുമ്പോൾ ഉളവാകുന്നു. മൂന്നാമത്തെ ഘടകം സ്വാഭാവിക മാതൃത്വത്തിന് ആവശ്യമില്ല. ജനിപ്പിക്കുക, പ്രസവിക്കുക മുതലായവ നാം വ്യക്തിയിലാണ് ആരോപിക്കുന്നത്. സ്വാഭാവിക ജനനത്തിൽ മാതാപിതാക്കന്മാരുടെ പങ്ക് ശിശുവിൻ്റെ ശരീര രൂപീകരണമാണ്. അപ്രകാരം രൂപീകൃതമാകുന്ന ശരീരത്തിൽ ദൈവം ആത്മാവിനെ നിവസിക്കുമ്പോൾ അത് വ്യക്തിയായിത്തീരുന്നു. എങ്കിലും നാം മാതാപിതാക്കന്മാരെ കുറിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ മാതാവ്, പിതാവ് എന്നല്ലേ പറയുന്നത്. ഇതുപോലെ പരിശുദ്ധ കന്യകയും മാംസമായി അവതരിച്ച ദൈവവചനത്തിൻ്റെ മാതാവ് അഥവാ ദൈവം മാതാവ് എന്നു പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും. മറ്റു മാതാപിതാക്കളെ പോലെ മറിയവും തൻ്റെ ശിശുവിനെ മനുഷ്യത്വം മാത്രമാണ് നൽകിയത്. എന്നിരുന്നാലും മനുഷ്യ സ്വഭാവം സ്വീകരിച്ചത് ദൈവിക വ്യക്തിയാണ്. അതിനാൽ മറിയം ദൈവമാതാവാണ്. സാധാരണ മാതൃത്വത്തിന് ആവശ്യമായ ദാമ്പത്യ ധർമാനുഷ്ഠാനം കന്യാമറിയത്തിൽ സംഭവിച്ചിട്ടില്ല. ബാക്കിയുള്ള മാതൃത്വത്തിൻ്റെതായ കടമകൾ എല്ലാം അവൾ നിർവഹിച്ചു. മറിയം ദൈവസുതനെ 9 മാസക്കാലം സ്വന്തം ഉദരത്തിൽ സംവഹിക്കുകയും സ്വന്തം രക്തത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. പ്രസവാനന്തരം സദാന്യം നൽകി. ആകയാൽ ദൈവമായ മിശിഹ അവളുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമാണെന്ന് മേരിക്ക് പറയുവാൻ സാധിക്കും. സംഭവം ഹെൻറി ഗുനിയർ എന്ന പണ്ഡിതൻ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെ പറ്റി പ്രകാരം രേഖപ്പെടുത്തിയിരുന്നു. 1862 ആണ്ട് മുതൽ 40 വർഷക്കാലത്തേക്ക് ലൂർദിലെ ഗ്രോട്ടോയുടെ സമീപത്ത് എൻ്റെ വേനൽക്കാല വസതിയിൽ ഞാൻ വിശ്രമിച്ചു വരികയാണ്. ലൂർദ് പട്ടണത്തിൽ തന്നെ 10 കൊല്ലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് അനേകായിരം തീർത്ഥാടകരെയും അനേക ശതം രോഗികളെയും ഗമന നിർഗമനങ്ങൾ ഞാൻ കണ്ടു.
വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മറ്റു പലരെയും പോലെ അവിശ്വാസമുള്ളവനായിരുന്നു. വളരെ ജോലി തിരക്കുള്ളവനും സമയമൊട്ടും നഷ്ടപ്പെടുത്താത്തവൻ തുവാൻ നിവൃത്തിയില്ലാത്തവനുമാണ് ഞാൻ എന്നായിരുന്നു എൻ്റെ ഭാവം. അലസതയും മുൻവിധിയും നിമിത്തം 30 വർഷത്തേക്ക് ഏറ്റവും വിലയുള്ള സാക്ഷ്യങ്ങളെ വകവയ്ക്കാതെ ജീവിച്ചു. എതിർക്കാനാവാത്ത ശക്തിയോടുകൂടിയ തെളിവുകളും ഏറ്റവും ആശ്ചര്യവാഹമായി കൂടെ കൂടെ നടന്നുകൊണ്ടിരുന്നു. രോഗശമനങ്ങളും പ്രബലത്തിലായി. എന്നാൽ സ്വാധീന ശക്തി ചെലുത്തി ഒടുവിൽ എൻ്റെ ശിരസ് കുനിക്കുകയും എനിക്കുണ്ടായ ബോധത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ലൂർദിലെ ഈ മെഡിക്കൽ ബ്യൂറോയിൽ അത്ഭുതങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലോകത്തിലെ അനാദൃശ്യമായ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ പരമാർത്ഥ ബുദ്ധികളും നിഷ്കളങ്ക മനസ്സരുമായ സകലരെയും ഞാൻ ഇപ്പോൾ അറിഞ്ഞുകൊള്ളുന്നു. പ്രാർത്ഥന. ദൈവമേ, അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു. ദൈവജനനി, അങ്ങ് സർവ സൃഷ്ടികളിലും ഉന്നതയാണ്. അങ്ങ് ഞങ്ങളുടെ അഭിമാനപാത്രമത്രേ. ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു. അവിടത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവസുതൻ്റെ യഥാർത്ഥ അനുഗാമികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് അങ്ങേ അനുഗ്രഹ വർഷം ഉണ്ടാവട്ടെ. ലോകസമാധാനവും മാനവകുലത്തിൻ്റെ മാനസാന്തരവും ഐക്യവും സാധിച്ചു തിരുസഭ വിജയം ഭരിക്കുന്നതിനുള്ള കൃപ ലഭിച്ചു തരണമേ. എത്രയും ദയവുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു. നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിറച്ചുകൊള്ളണമേ. കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയവുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ചു നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുർപ്പെട്ട് കണർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമേൻ. ഈശോ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിനെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി,
അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കുവാമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിരതിരിക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം ഭരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടാവുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കുക. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടാവുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടാവുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടാവുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടാവുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടാവുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. സുഹൃത ജപം. ഉണ്ണീശോയെ ഉദരത്തിൽ സംവഹിച്ച മാതാവേ, അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ. ഉണ്ണീശോയെ ഹൃദയത്തിൽ സംവഹിച്ച മാതാവേ, അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ. ഉണ്ണീശോയെ ഹൃദയത്തിൽ സംവഹിച്ച മാതാവേ, അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ.